ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് കണ്ടിരിക്കുന്ന ഹോട്ട് വീൽസിനെ പറ്റിയാണ്. ഹോട്ട് വീൽസിലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ അവർ ഇറക്കിയ 57th ആനിവേഴ്സറി കളക്ഷൻ കൊണ്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ ആനിവേഴ്സറി സെറ്റിലും 6 കാറുകളാണ് ഉള്ളത്. അതിൽ ഒരെണ്ണം എപ്പോഴും സ്പെഷ്യലായിരിക്കും, അതാണ് ചേസ് കാർ. അപ്പം നമുക്ക് ഓരോ കാറിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്യൂ കാണാം. അപ്പോൾ ഇതിനകത്ത് 6 എണ്ണത്തിൽ ഫസ്റ്റ് നമ്പർ ആയിട്ടുള്ളതാണ് വോക്സ് വാഗൻ്റെ ബാജാബഗ്. ഇതൊരു ബീറ്റിലിൻ്റെ മോഡിഫൈഡ് വേർഷനാണ്. അപ്പോൾ ഈ ആനിവേഴ്സറിൻ്റെ ഒരു തീമെന്ന് പറയുന്നത് വയലറ്റ് ആൻഡ് ഗോൾഡ് ആണ്. അപ്പം നമുക്കത് എല്ലാ കാറിലും കാണാൻ പറ്റും. എല്ലാം വയലറ്റും ഗോൾഡും ഒരു കളർ തീമിലാണ് ഉള്ളത്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബേസ് വന്നിരിക്കുന്നത് ഒരു ഗോൾഡൻ കളറാണ്. വീൽസിൽ കൊണ്ടൊരു ഗോൾഡൻ, പിന്നെ ഇതിൻ്റെ ബോഡി ഫുള്ളായിട്ട് ഒരു വയലറ്റ് ആൻഡ് ഗോൾഡൻ തീമാണ്. ഇതിൻ്റെ മേളിൽ കുറച്ച് ഇത് കണ്ടോ സംഭവങ്ങളൊക്കെ ഉണ്ട്, ലൈറ്റൊക്കെയാണ്. പക്ഷേ അതൊന്നും പെയിൻറ്റഡ് അല്ല. ഫ്രണ്ടിലാണെങ്കിലും ഈവൻ നമ്മൾ ബാക്കിലാണെങ്കിലും അതിൻ്റെ ലൈറ്റ്സ് ഒന്നും പെയിൻറ്റഡ് അല്ല. ഇനി നമ്മൾ അടുത്ത രണ്ടാമത്തെ കാർ നോക്കാം. രണ്ടാമത്തെ കാർ വന്നിരിക്കുന്നത് ഡി മസിൽ. അപ്പം ഈ ഡി മസിലിൻ്റെ ബേസ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. ടയേഴ്സ് ഒരു ഗോൾഡൻ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫുൾ ബോഡി ഒരു വയലറ്റ് ആൻഡ് ഗോൾഡൻ കോമ്പിനേഷൻ. ഇതിൻ്റെയും ലൈറ്റ്സ് ഒന്നും പെയിൻറ്റഡ് അല്ല. ഇനി ഈ ആനിവേഴ്സറി സെറ്റിൻ്റെ മൂന്നാമത്തതും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാറാണിത്, 73 ജീപ്പ് ജേട്ടൻ. അപ്പോൾ ഇത് നോക്കിയാൽ അറിയാം, ഇതിൻ്റെ ഫ്രണ്ട് ഇവിടെ കണ്ടോ കുറച്ച് ലൈറ്റിൻ്റെയൊക്കെ സംഭവമുണ്ട്. പക്ഷെ അത് പ്യുവർ ബ്ലാക്ക് കളറിലാണ്. വീൽസ് മറ്റുള്ള എല്ലാ 57th എഡിഷനിലെ പോലെ തന്നെ ഗോൾഡൻ കളറൊക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ ബാക്ക്, ഇതിൻ്റെ ബേസ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഇതാണ് 73 ജീപ്പ് ജേട്ടൻ. ഇനി ഈ സെറ്റിൻ്റെ നാലാമത്തെ കാറാണ് 55 കോർവെറ്റ്. കണ്ടോ, ഇതും അത്യാവശ്യം മോശമില്ലാത്തൊരു കാസ്റ്റിംഗ് ആണ്. ഇതിൻ്റെ ബേസ് വന്നിരിക്കുന്നത് ഗോൾഡൻ ആണ്. ആകെ ഈ ആനിവേഴ്സറി എഡിഷനിൽ 2 കാറിന് മാത്രമേ ബേസ് ഗോൾഡൻ കളറുള്ളൂ. ഒന്ന് ഈ കോർവറ്റയും രണ്ടാമത്തത് വോക്സ് വാഗൻ ബാജാബഗും. അപ്പം നമ്മുടെ ഇതിൻ്റെ ബേസ് ഗോൾഡൻ ആണ്. ഇതിൻ്റെ ഫ്രണ്ട് ആൻഡ് ഇതിൻ്റെ ബാക്ക് കണ്ടോ, അത്യാവശ്യം മോശമല്ലാത്തൊരു കാസ്റ്റിംഗ് തന്നെയാണ്, കൊള്ളാം. പിന്നെ ഇതിൻ്റെ 5ാമത്തെ കാർ വന്നിരിക്കുന്നതാണ് മസിൽ ആൻഡ് ബ്ലോൺ. മസിൽ ആൻഡ് ബ്ലോൺ ഇതിൻ്റെ ബേസ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. ആൻഡ് ഇതിൻ്റെ ഫ്രണ്ട്, ഇതിൻ്റെ ബാക്ക്. അപ്പം ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. വീൽസ് വന്നിരിക്കുന്നത് ഒരു ഗോൾഡൻ കളറിൽ റിമ്മ് പോലെയൊക്കെ ഉണ്ട്. ഇനി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ 6ാമത്തെ കാറ്, 6x6. ഇതാണ് ഇതിൻ്റെ ചേസ് കാറ്. ഇതാണ് ബാജാ ബൈസൺ T5. 56th ആനിവേഴ്സറിൻ്റെ ചേസ് കാർ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടമുണ്ടെന്ന് ഇതിൽ കമൻറ്റ് ചെയ്യണേ. എനിക്കതാണ് ഇതിനേക്കാളിലും കുറച്ചും കൂടെ ഇഷ്ടമായത്. കാരണം ഇതിൻ്റെ മുകളിലൊക്കെ കണ്ടോ എന്തോ ഒരു ഇൻകംപ്ലീറ്റ് ഫീൽ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് പക്ഷേ 56th ചേസ് കാർ എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്, സൂപ്പറാണ് കാണാൻ. എൻ്റെ ബേസ് ഒരു വയലറ്റ് കളറൊക്കെ കേട്ടോ. ഇതിൻ്റെ മാത്രമാണ് ബേസ് ഒരു വയലറ്റ് കളറിൽ തന്നേക്കുന്നത്. ഇതിൻ്റെ ബാക്ക് 2 ടയറൊക്കെ ഇങ്ങനെ മേളിൽ വെച്ചിട്ടുണ്ട്. ടോട്ടലി പറയുകയാണെങ്കിൽ 56 കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും അത്ര പോരാ കാസ്റ്റിങ്. ആകെ കുറച്ച് നല്ലതെന്ന് പറയാവുന്നത്
നമ്മുടെ ഈ ജീപ്പ് J10ഉം പിന്നെ ഈ 55 കോർവെറ്റയാണ്. ഇത് രണ്ടുമാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. ഇനി നിങ്ങളുടെ ഏതാണ് പേഴ്സണൽ ഫേവറേറ്റ് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. പുതിയ കുറച്ച് ഹോട്ട് വീൽസ് കളക്ഷനായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.